പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു കുമ്പളങ്ങയുടെ പകുതി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 3-4 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ കീറിയിട്ട് കൊടുത്താൽ മതി. 2 തണ്ട് കറിവേപ്പിലയും കറിയിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കറി വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഒരു അരമുറി തേങ്ങ ചിരവി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 അല്ലി ചെറിയുള്ളി തൊലി കളഞ്ഞതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി വെച്ച് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരുപാടല്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന വാളൻപുളി നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ കുമ്പളങ്ങയിൽ പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നമുക്ക് അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായിട്ടല്ല എന്നാൽ ഒരുപാട് തിക്കായിട്ടല്ലാത്തൊരു രീതിയിലാണ് കേട്ടോ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അവിടെ ഓരോ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്കൊരു വറവ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ദാ അവിടെ ഓരോ തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വന്ന ശേഷം പിന്നെ ഇതിലേക്കൊരു 3-4 അല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കറിയിലേക്ക് ഈ വറവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് കൂടെ ചെയ്തെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ ഒഴിച്ചുകറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.